ചേച്ചി കുറെ ആയിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് ക്യാഷ് ഒക്കെ പൊട്ടിയല്ലേ, കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ട് മാഡത്തിന്. നിന്റെ തന്തയല്ലട നായ, എന്റെ തന്ത പരമാറി. എന്താ ഉറക്കം വരുന്നു? എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ വിചാരിച്ചടാ? എല്ലാരും നിന്റെ ആശയാണെന്നാണോ? നിന്റെ ആസനവും നക്കി നടക്കുന്നത് നിന്റെ ആശയാണെന്നാണോ നീ വിചാരിച്ചത്? ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. പ്ലീസ്. താൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. നീ പറയുന്നല്ല, ഇയാൾ പറയും. ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. കുടുംബമൊന്നുമില്ലാത്ത നിനക്ക് എന്ത് പറഞ്ഞാ എന്താ പറയാ? അയ്യോ, കല്യാണത്തിന്റെ ചെലവായിട്ടാന്ന് പോലും. ഞാൻ എവിടെ എടാ കിടന്ന നീയാന്ന്. നാടകം കൊണ്ട് റെനെ മെഡിസിറ്റിൽ കിടന്നത് നീ, ഞാനല്ല. എന്തെങ്കിലും ഇവിടെ നടക്കും. എന്തെങ്കിലും വിളിച്ചാൽ മതി. നീ ആരെ? ദൈവത്തിനെ അല്ലാണ്ടാരെയാണ്? നിനക്കത് മനസ്സിലാവില്ല. നിന്റെ ഒപ്പം നിൽക്കുന്ന ആശയുണ്ടല്ലോ, അവൻ എങ്ങനെയായിരിക്കും? ഓന് പിന്നെ വേർപ്പിന്റെ അസുഖം നമുക്കറിയാം. ഒരു പണിക്ക് പോവാൻ കഴിയില്ല. നീ ഉണ്ടാക്കുന്ന മോരുകറിയും നക്കി, നീ കൊടുക്കുന്ന വെളിച്ചെണ്ണയും ഊഞ്ഞാലാട്ടിയിരിക്കാൻ അവനെ കൊണ്ട് കഴിയൂ. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ രണ്ടാളെയും തന്തകളല്ല ബാക്കിയുള്ളവർക്ക്. അയ്യോ, കല്യാണത്തിന്റെ ചെലവ് ഇതാക്കാൻ വേണ്ടിട്ട് പോലും. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. സമയമൊക്കെ എഴുതിട്ടാ ഞാൻ വാട്സപ്പ് കോളാ ചെയ്യുന്നത്. നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ ഓൺ ആക്കി നിങ്ങൾക്ക് കാണാമല്ലോ. അതിപ്പോ ഇത്രയും പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണണമെന്നൊന്നുമില്ല, നമുക്കത് ഇങ്ങനെ കാണാം. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? നീ എന്റെ പിന്നെ കെട്ടിയോനൊന്നും അല്ല നീ, മനസ്സിലായില്ലേ? നീ എന്നെ വീഡിയോ കോൾ ആക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒളിച്ചു പൊത്തി ഞാൻ നോക്കാം. അവിടെ നീ എന്റെ ഓനൊന്നുമല്ലല്ലോ. അന്ന് പിന്നെ താഴേക്കല്ല മേപ്പടിക്കാൻ അയക്കേണ്ടത്. അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിടായിരിക്കണം. ഇവൻ എന്തൊട്ട് തോന്നിവാസം കാണിച്ചു? നഗ്നതാ പ്രദർശനം നീ എനിക്ക് നേരെ കാണിച്ചു, ഒരു സ്ത്രീ ആയ എനിക്ക് നേരെ കാണിച്ചു എന്ന് നീ സമ്മതിച്ചല്ലോ, അത് മതി. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. സംഗതി ഒരുമാതിരി നെയ്റോസ്റ്റ് വരക്കും പോലെ പരന്നിട്ടുണ്ട്. നീ ആരോടാണ് നാണമില്ല എന്ന് ചോദിക്കുന്നത്? നാണം കെട്ടവനെ, നിന്നോടാണ് ഞങ്ങളത് ചോദിക്കേണ്ടത്. നിനക്ക് നാണവും മാനവും മര്യാദയും ഉളുപ്പും ഉണ്ടോ എന്നുള്ളത്. ഇതൊരു നടക്ക് പോണ കേസല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരാളും പേടിക്കണ ആവശ്യം. ഇതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നീ നിന്റെ വീഡിയോ എന്താന്ന് പറഞ്ഞത്? കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളത് നീ പറഞ്ഞിട്ടേ ഇല്ല. ഇത് പിന്നെ നിന്റെ അമ്മായിയാന്ന് പറഞ്ഞു കൊടുത്തത്. പരനാറി ചെറ്റേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ തന്തേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം. തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത്. അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ആർക്കാണ് രണ്ട് തന്ത. ഇവന്റെ രണ്ടല്ല, 42 തന്തയാണ്. 42 തന്ത. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.